ഞങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, പണ്ടത്തെ വീടുകളിലൊന്നും ഈ കെമിക്കൽ അഡ്മിക്സേഴ്സ് ഒന്നും ഉപയോഗിക്കേണ്ടാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ അത് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ രീതികളിലോ മാറ്റം വരണ്ടേ? ഫസ്റ്റ് തിങ്, നമ്മുടെ കാലാവസ്ഥ ഒത്തിരി മാറിപ്പോയി. ഇവിടെ ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ വല്ലാണ്ട് കൂടി. ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും ഇതിന് ശേഷമുള്ള ക്യൂറിങ് പീരീഡിലൊക്കെ നല്ലോണം എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ അഡ്മിക്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻസ് ഒക്കെ കുറച്ചും കൂടെ സ്റ്റേബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് തിങ്, പണ്ടത്തെ അപേക്ഷിച്ച് നമ്മുടെ സിമെൻറ്റിൻ്റെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. സ്ട്രെങ്ത് ഗെയിനിങ് കുറച്ചും കൂടെ ഫാസ്റ്ററാണ്. അപ്പോൾ ചൂടും കൂടുതലായിരിക്കും. ഈ ചൂടാണ് നമുക്ക് ഈ ഹെയർ ലൈൻ ക്രാക്ക് വരാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസൺ. അപ്പോൾ ഈ അഡ്മിക്സേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. അടുത്തത് അഗ്രിഗേറ്റ്സിൻ്റെ ക്വാളിറ്റിയും മിക്സ് റേഷ്യോവും. അഗ്രിഗേറ്റ്സിൽ തന്നെ നമ്മളിപ്പോൾ എംസാൻഡും മണലും നോക്കുകയാണെങ്കിൽ, പണ്ട് മണലായിരുന്നു, ഇപ്പോൾ എംസാൻഡാണ്. പക്ഷേ അതിൽ ഏതാണ് നല്ലതെന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മൾ അതിലോട്ട് പോകുന്നില്ല. പിന്നുള്ളത് മിക്സ് റേഷ്യോ ആണ്. ഈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എത്രത്തോളം കുറയുന്നു അത്രത്തോളം ഇതിൻ്റെ സ്ട്രെങ്ത്ത് കൂടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ലേബേഴ്സിന് ഇതിൻ്റെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കൂടുതൽ ചേർക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കെമിക്കൽ അഡ്മിക്സേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ വർക്കബിലിറ്റി കൂടും. അപ്പോൾ നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കോൺക്രീറ്റിൻ്റെ ഓവറോൾ സ്ട്രെങ്ത്ത് കൂട്ടാം. ഇൻ കൺക്ലൂഷൻ, നമ്മൾ കെമിക്കൽ അഡ്മിക്സേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഡ്യൂറബിലിറ്റി കൂടിയ കോൺക്രീറ്റ് കിട്ടും, ലീക്കേജ് കുറയും, TMT ബാസ് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസസ് കുറയും, ക്രാക്ക് വരുന്നത് കുറയും. അപ്പോൾ ഈ അഡ്മിക്സേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്.